പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒടുവിൽ ഇതാ വന്നിരിക്കുന്നു. സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. എല്ലാം ഇഴകീറി പരിശോധിക്കാനുള്ള കർശനമായ ഉത്തരവാണിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുന്നു, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കേസെടുക്കേണ്ട തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ശബരിമലയെ വെച്ചുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി അറിയേണ്ടത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, അയാൾക്ക് പിന്നിലെ മുഖ്യ സ്പോൺസർ ആരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സൈബർ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമഗ്ര അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമിച്ചിരിക്കുന്നത്, ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. രേഷ്മ ബാബുവിൻ്റെ വിശദാംശങ്ങൾ നൽകാനായി ദേവസ്വം മന്ത്രിയുടെ പ്രതികരണങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ അനാലിസിസ് ചെയ്യേണ്ടി വരും. അത് ശാലിനി നൽകും. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വിശദാംശങ്ങൾ കൂടി രാജീവ് നൽകും. അങ്ങനെ സമഗ്രമായി തന്നെ നമുക്ക് ഈ വിഷയം വിലയിരുത്താം ഈ വരുന്ന മണിക്കൂറിൽ. ആദ്യം രേഷ്മയിലേക്ക് പോവുകയാണ്. രേഷ്മ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് റിപ്പോർട്ട് കൈ കിട്ടിയ സമയം തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു, കൃത്യമായി തന്നെ സമഗ്രമായ ഒരു അന്വേഷണം വേണം, പല ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ വളരെ ഗൗരവമായ ഇടപെടൽ, പ്രത്യേകിച്ച് ജനൻ TV വാർത്താ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കും വലിയ അഭിമാനം ഉളവാക്കാവുന്ന ഒരു കാര്യമാണ്. ഈ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയ അന്നു മുതൽ നമ്മൾ ഈ വിഷയത്തിൽ നിതാന്തരമായ ജാഗ്രതയും റിപ്പോർട്ടുകളും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കും അഭിമാനിക്കാം. രേഷ്മ. ശ്യാം, ദേവസ്വം വിജിലൻസിന്റെ പരിമിതികൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടിപ്പോൾ നിലവിൽ ഈ പറയുന്ന ADGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലേക്ക് അന്വേഷണം എത്തിയിരിക്കുകയാണ്. ADGPക്കാണ് മേൽനോട്ട ചുമതല. പക്ഷേ പ്രത്യേക സംഘം കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതായത് SP അടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ADGP S വെങ്കടേഷ് മേൽനോട്ടം വഹിക്കണം. ഇതാണ് ഹൈക്കോടതി ഇന്ന് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഇടക്കാല ഉത്തരവ്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക സംഘത്തിൽ ആരെല്ലാമാണ് ഉൾപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തിലും ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാകത്താനം CI ആയിട്ടുള്ള അനീഷ് ജോയ്, കയ്പമംഗലം CI ബിജു രാധാകൃഷ്ണൻ, സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും CI ആയിട്ടുള്ള സുനിൽ കുമാർ, അതോടൊപ്പം തന്നെ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള S ശശിധരൻ, ഇവരാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. എന്തായാലും ഹൈക്കോടതി ഇന്ന് ഈ വിഷയം പരിഗണിച്ച സമയത്ത്, അതായത് ദേവസ്വം വിജിലൻസ് ആണ് പ്രാഥമിക അന്വേഷണം നൽകിയത്, ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതായത് ശബരിമല കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു കോക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ദേവസ്വം ഉദ്യോഗസ്ഥരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതടങ്ങുന്ന സമഗ്രമായിട്ടുള്ള, അതായത് ഇടക്കാല ഒരു റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് നേരിട്ട് കൈമാറിയത്. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ ഒരു നിലപാടെടുത്തിരുന്നു. ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിലേക്ക് അന്വേഷണം മാറ്റണം എന്നുള്ളത്. നമുക്കറിയാം ശ്യാം, നേരത്തെ തന്നെ സർക്കാർ പ്രതിരോധത്തിലായിരുന്നു, ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലായിരുന്നു. കാരണം ദേവസ്വം വിജിലൻസിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുങ്ങില്ല. ഇനി ഹൈക്കോടതി ഈ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഒരു ഘട്ടം എത്തുമെന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ആ അമ്പ് എയ്യുകയായിരുന്നു. അതായത് അവരുടെ വാദം എന്നുള്ള രീതിയിൽ, അവരുടെ ആവശ്യം എന്നുള്ള രീതിയിൽ ADGP ചുമതലയിൽ തന്നെ അന്വേഷണം ഉണ്ടാകണമെന്ന് അതിനു വേണ്ടിയിട്ടൊരു അനുമതി ഹൈക്കോടതിയിൽ തേടി. പക്ഷേ ഹൈക്കോടതി ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച സമയത്ത് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളെന്ന് പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഉള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം പ്രത്യേക അന്വേഷണ സംഘത്തിനെന്നും ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അടങ്ങിയ ദേവസ്വം ബെഞ്ച് കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങരുത്. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർ എന്ന് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുമുള്ള മറ്റ് ഭാരവാഹികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഈ അന്വേഷണം നടക്കേണ്ടത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു, സ്വർണ്ണ കവർച്ചയെന്ന്